ഡൽഹി ക്യാപിറ്റൽസിന്റെ ബൗളിംഗ് നിരയെ തച്ചു തകർക്കുന്ന രാജസ്ഥാൻ റോയൽസിനെയാണ് ജയ്പൂരിൽ ദർശിക്കാനായത്. 226 എന്ന റൺമല താണ്ടാൻ ഡൽഹി പാടുപെടുമെന്ന് നനച്ചതായിരുന്നു. പരാഗും ഫെരേരയും തീർത്ത ജോലിയിൽ കടപുഴകിയെന്നതും നേരാണ്. എന്നാൽ പ്രത്യക്ഷമായ ലക്ഷ്യം പ്ലേ ഓഫ് ആയതുകൊണ്ട് തന്നെ ആഞ്ഞടിക്കാൻ അവർ നിർബന്ധിതരാവുകയായിരുന്നു. അങ്ങനെ തന്നെയാണ് ഡൽഹി ബാറ്റ് വീശിയതും. നിസ്സംഗക്ക് എല്ലാം നിസ്സാരമായിരുന്നു. രാഹുലിനാകട്ടെ ഒരു സിമ്പിൾ എന്ന ഭാവത്തിലായിരുന്നു റൺ ചേസിംഗ്. രാജസ്ഥാൻ റോയൽസിന് പ്രതീക്ഷിച്ച പോലെ തുടക്കമായിരുന്നില്ല സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ ലഭിച്ചിരുന്നത്. ഓപ്പണർമാരായ വൈഭവ് സൂര്യവംശിയും യശസ്വി ജയ്സ്വാളും തുടക്കത്തിൽ തന്നെ പതറിപ്പോയി. അതിനാൽ തന്നെ കാര്യമായ സംഭാവനകൾ നൽകാതെ കളം വിട്ടത് ആരാധകരെയെല്ലാം നിരാശരാക്കി. എന്നാൽ എല്ലാ പ്രതിസന്ധിയും തരണം ചെയ്യാൻ രാജസ്ഥാന്റെ മധ്യനിര സജ്ജമായിരുന്നു. ഡൽഹി ബൗളർമാർ പന്തേറുകൊണ്ട് രാജസ്ഥാന് വെല്ലുവിളി ഉയർത്തിയപ്പോൾ തുടക്കത്തിൽ തന്നെ രാജസ്ഥാൻ തീർത്തും പാടുപെട്ടു. രാജസ്ഥാന് എല്ലാം പരാഗായിരുന്നു. തന്റെ ബാറ്റിംഗ് കരുത്ത് പൂർണ്ണമായും പുറത്തെടുത്ത പരാഗ് 50 പന്തുകളിൽ നിന്ന് 90 റൺസാണ് അടിച്ചുകൂട്ടിയത്. 8 ഫോറുകളും 5 കൂറ്റൻ സിക്സറുകളും ആ ഇന്നിംഗ്സിന് മൃദുവേകി. ക്രീസിന്റെ 4 പാടും പന്ത് വായിച്ച പരാഗിനെ തടയാൻ ഡൽഹി ബൗളർമാർ പയറ്റിയ തന്ത്രങ്ങളെല്ലാം പരാജയപ്പെടുന്നതാണ് ആ സ്റ്റേഡിയം കണ്ടത്. പരാഗിന് മികച്ച പിന്തുണ നൽകി ധ്രുവ് ജൂറലും കളം നിറഞ്ഞാടി. 30 പന്തുകളിൽ നിന്ന് 42 റൺസ് നേടിയ ജൂറൽ ഇന്നിംഗ്സിന്റെ വേഗത നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയുണ്ടായി. പരാഗുമൊത്തുള്ള കൂട്ട് ഫലം കണ്ടു. ഡൽഹിയുടെ സ്പിന്നർമാരെയും പേസർമാരെയും ഒരേപോലെ നേരിട്ട ജൂറൽ 4 ഫോറുകളും 1 സിക്സറും നേടി. ഇന്നിംഗ്സിന്റെ അവസാന ഓവറുകളിൽ ഡൊണോവൻ ഫെരാര നടത്തിയ വെടിക്കെട്ടാണ് രാജസ്ഥാന്റെ സ്കോർ 220 കടത്തിയത്. വെറും 14 പന്തുകളിൽ നിന്ന് 47 റൺസുകളാണ് ഫെരേര അടിച്ചെടുത്തത്. 6 സിക്സറുകളും 2 ഫോറുകളും അടങ്ങുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മിന്നൽ ഇന്നിംഗ്സ്. 335 എന്ന മാന്ത്രിക സ്ട്രൈക്ക് റേറ്റിലാണ് അയാൾ ബാറ്റ് വീശിയത്. അതിനാൽ തന്നെ ഡൽഹി ബൗളർമാരുടെ ആത്മവിശ്വാസം തകർക്കാനും അയാൾക്ക് സാധിച്ചു. അവസാന 5 ഓവറുകളിൽ മാത്രം 56 റൺസാണ് രാജസ്ഥാൻ ബാറ്റ്സ്മാൻ പുറത്തെടുത്തത്. രവീന്ദ്ര ജഡേജയും ശുഭൻ ദുബെയും റൺവേട്ടയിൽ പങ്കാളികളായി. ഡൽഹിയുടെ ഡെത്ത് ഓവർ ബൗളർമാരെ കടന്നാക്രമിച്ച രാജസ്ഥാൻ ഓരോ ഓവറിലും വലിയ റൺസുകൾ കണ്ടെത്തിക്കൊണ്ടേയിരുന്നു. ഇത് ഡൽഹിയുടെ ഫീൽഡിങ്ങിലും സമ്മർദ്ദം ചെലുത്തുകയുണ്ടായി. ഡൽഹി ക്യാപിറ്റൽസിനായി മിച്ചൽ സ്റ്റാർക്ക് 3 വിക്കറ്റുകൾ വീഴ്ത്തി തിളങ്ങിയെങ്കിലും വഴങ്ങിയ 40 റൺസായിരുന്നു അയാളുടെ മോശത്തിന് കാരണം. കെൽ ജാമിസൺ, അക്സർ പട്ടേൽ, ടി നടരാജൻ എന്നിവർ ഓരോ വിക്കറ്റും വീതം വീഴ്ത്തുന്നുണ്ട്. തുടക്കത്തിൽ മികച്ച നിയന്ത്രണം പുലർത്തിയ ഡൽഹി ബൗളർമാർക്ക് അവസാന ഓവറുകളിൽ രാജസ്ഥാനെ പിടിച്ചുകെട്ടാൻ പാടുപെട്ടു. അവർ ആഞ്ഞടിക്കുകയായിരുന്നു. എന്നാൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഡൽഹി ഇടിമിന്നൽ കണക്കെ ബാറ്റ് വീശുകയായിരുന്നു. സ്റ്റേഡിയത്തെ ആവേശത്തിന്റെ മുൾമുനയിൽ നിർത്തി രാജസ്ഥാൻ റോയൽസ് ഉയർത്തിയ 226 റൺസ് എന്ന ഹിമാലയൻ ലക്ഷ്യത്തിന് മുന്നിൽ ഡൽഹി ക്യാപിറ്റൽസ് പകച്ചു നിൽക്കുമെന്ന് കരുതിയവർക്ക് തെറ്റി. തുടക്കം മുതൽ ഒടുക്കം വരെ ഗാലറികളെ പ്രകമ്പനം കൊള്ളിച്ച ബാറ്റിംഗ് പ്രകടനം ജയ്പൂർ കണ്ട ഏറ്റവും മികച്ച റൺ ചേസുകളിൽ ഒന്ന് തന്നെയായിരുന്നു. അവിശ്വസനീയമായ ആത്മവിശ്വാസത്തോടെ ഓരോ പന്തിനെയും അതിർത്തി കടത്തിയ ഡൽഹി താരങ്ങൾ ആരാധകരെ ശരിക്കും ആവേശത്തിലായി. ആദ്യ ഓവർ മുതൽ തന്നെ ആ സ്പിരിറ്റ് ഉയർത്തിപ്പിടിച്ച ഓപ്പണർമാരായ കെ.എൽ. രാഹുലും നിസ്സംഗയും ചേർത്ത് രാജസ്ഥാൻ ബൗളർമാരെ അക്ഷരാർത്ഥത്തിൽ തച്ചു തകർക്കുകയായിരുന്നു. പവർ പ്ലേയിൽ തന്നെ 70 റൺസ് അടിച്ചുകൂട്ടിയവർ ഡൽഹിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച തുടക്കമാണ് നൽകിയിരുന്നത്. നിസ്സംഗയുടെ തീപ്പൊരി ബാറ്റിങ്ങിൽ 33 പന്തിൽ 62 എത്തിയപ്പോൾ മറുവശത്ത് നായകൻ കെ.എൽ. രാഹുൽ തന്റെ ക്ലാസിക് ശൈലിയിൽ കളം നിറഞ്ഞു. ആദ്യ വിക്കറ്റുകളിൽ ഇരുവരും പടുത്തുയർത്തിയ 110 റൺസിന്റെ കൂട്ടുകെട്ട് രാജസ്ഥാന്റെ വിജയമോഹങ്ങൾക്ക് മേൽ വീണ ആദ്യത്തെ പ്രഹരമായിരുന്നു. നിസ്സംഗമടങ്ങിയെങ്കിലും തളരാത്ത വീര്യവുമായി കെ. രാഹുൽ തന്റെ സംഹാര രൂപം പുറത്തെടുത്തു. 40 പന്തിൽ നിന്ന് 6 ഫോറുകളും 5 പടുകൂറ്റൻ സിക്സറുകളും സഹിതം 75 റൺസ് എടുത്ത രാഹുൽ ഡൽഹി ഇന്നിംഗ്സിന്റെ നട്ടെല്ലായി മാറി. ഓരോ സിക്സറും ഗാലറിയിൽ ആവേശത്തിന്റെ വേലിയേറ്റമുണ്ടാക്കി. കളിയുടെ സമ്മർദ്ദഘട്ടങ്ങളിൽ പതറാതെ ബൗളർമാരുടെ ബൗളിംഗ് തകർത്തെറിഞ്ഞ രാഹുലിന്റെ ഡയറക്റ്റിംഗ് അയാളുടെ നായകത്വം വിളിച്ചോതുന്നതായിരുന്നു.
രാഹുലിന് മികച്ച പിന്തുണയുമായി വന്ന നിതീഷ് റാണയും വെറുതെ ഇരുന്നില്ല. വെറും 17 പന്തിൽ നിന്ന് 33 റൺസ് അടിച്ചു കൂട്ടിയ റാണെ ഡൽഹിയുടെ റൺ റേറ്റ് ഒരിടത്തും കുറയാതെ കാത്തു സൂക്ഷിച്ചു. സ്പിന്നർമാരെയും പേസർമാരെയും ഒരേപോലെ പ്രഹരിച്ച റാണയുടെ ബാറ്റിംഗ് ഡൽഹിയുടെ വിജയത്തിന്റെ തൊട്ടടുത്തെത്തിച്ചു. റാണ പുറത്താകുമ്പോഴേക്കും ഡൽഹി വിജയം ഏകദേശം ഉറപ്പിച്ച മട്ടിലായിരുന്നു. അവസാന നിമിഷങ്ങളിൽ കളി കൂടുതൽ ആവേശകരമായപ്പോൾ സ്റ്റെപ്സും അശുതോഷ് ശർമ്മയും ചേർന്ന് ഫിനിഷിംഗിൽ ഡ്യൂട്ടി ഭംഗിയായി പൂർത്തിയാക്കി. ജോഫ്ര ആർച്ചറുടെ തീത്തുപ്പുന്ന പന്തുകളെപ്പോലും സമചിത്തതയോടെ നേരിട്ട സ്റ്റെപ്സ് 18 റൺസുമായി പുറത്താകാതെ നിൽക്കുന്നുണ്ട്. മറുഭാഗത്ത് ശർമ്മയാകട്ടെ തൻ്റെ പതിവ് ശൈലിയിൽ ആക്രമിച്ച് കളിച്ചുകൊണ്ട് 15 പന്തിൽ 25 റൺസും നേടി. ഓരോ പന്തിലും ജയവും തോൽവിയും മാറി മറിയുമെന്ന് തോന്നിച്ച നിമിഷങ്ങളെ ഇരുവരും നിസ്സാരമായി നേരിടുകയായിരുന്നു. അവസാന ഓവറിൽ 5 റൺസ് വേണ്ടിയിരുന്ന ഘട്ടത്തിൽ ആദ്യ പന്തിൽ തന്നെ അശുതോഷ് ശർമ്മ ബൗണ്ടറി പായിച്ചതോടെ സ്റ്റേഡിയം ആർത്തലച്ചു. 5 ബോളുകൾ കൂടെ ബാക്കിയിരിക്കെ തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച റൺ ചേസ് പൂർത്തിയാക്കുകയായിരുന്നു.